home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. The joy of little things in life. I can't fight up in the sky. The joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I see the color through their eyes. The joy of little things in life. I can't fight up in the sky. The joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I need another paradise. I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. For all you've done in my life, you took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord.
bless your name and thank you, Lord. I just wanna thank you, Lord. Thank you, Lord. Thank you, Lord. I just wanna thank you, Lord. Thank you, Lord. Oh, thank you, Lord. I just wanna thank you, Lord. I just wanna thank you, Lord. Oh, thank you, Lord. I just wanna thank you, Lord. Thank you, Lord. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ തിരുക്കുമാരന്റെ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപം ആശീർവദിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ രൂപം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ ഓർമ്മ ഞങ്ങളിൽ എന്നും നിലനിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഈ രൂപത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുകയും വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും ഈ രൂപങ്ങൾ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഈ രൂപങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഈ വിശുദ്ധരുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരോടുകൂടി അങ്ങയെ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെക്കാൾ ദൈവഭക്തന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സകലത്തിന്റെയും നാഥാങ്ങ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് സ്വരമേറ്റി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം.
പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമ്മളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ഈജിപ്തിലെയും മോശയുടെ പത്രമാണ് ഇപ്രകാരം അനുസരിച്ചു. ഓരോരുത്തരും തന്റെ ആട്ടത്തിൽ നിന്ന് ഓരോ ആട്ടത്തിൽ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചുകൂടി അത് പരിഹരിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിടപ്പടിയും മേലും മേൽപ്പടിയും മേൽ കളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തുകാരുടെ കടന്നിൽപ്പെട്ടന്മാരെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. ഈശോയെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. അവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണിന്ന്. നാളുകളായുള്ള നമ്മുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ഫലമായിട്ട് പുതിയൊരു കുടുംബത്തിലേക്ക്, ഒരു വീടിന്റെ ആശീർവാദ കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് പുതിയ വാസയോഗ്യമായ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്ന ആ ഭവനത്തെ അനുഗ്രഹിക്കുകയും ആ ഭവനം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്ന വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് ഈശോ കടന്നു വരുവാനായിട്ട് ഇടയാവണം. നമുക്ക് ഇന്നത്തെ കാലത്ത് ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക് കൂട്ടുവാനുള്ള, അല്ലെങ്കിൽ ഈശോയെ നമ്മുടെ ഭവനത്തിൽ എത്തിക്കുവാനുള്ള മാർഗം വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഈ ഭവനത്തിൽ എല്ലാ ദിവസവും ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഈ ഭവനത്തിൽ നിന്ന് സാധിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഒരാൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമായ ഈശോയെ ഈ ഭവനത്തിൽ എത്തിച്ച് ഈ ഭവനത്തിൽ രക്ഷ, ഈശോയുടെ അനുഗ്രഹം എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഒന്ന് കർത്താവേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യാഥാർത്ഥ്യമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ അങ്ങയുടെ പുതിയ കൽപ്പനയനുസരിച്ച് കുപ്പിയോടുകൂടി ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും ജീവിതത്തിലെ മറ്റ് ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ ഒരു കുടുംബത്തിന്റെ മാതൃകയനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടം നിന്ന് രക്ഷിച്ച കാരുണ്യവാനായ കർത്താവേ, പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ കനിയണമേ.
നിറഞ്ഞൊരു നല്ലിടയ ദിവ്യാനുഗ്രഹമേ ഗണമേ മർക്ക ശരീരമെടുത്തവനെ മർദ്ദനമേറ്റു മരിച്ചവനെ മഹിമയിൽ വീണ്ടും ഉയർത്തവനെ ദിവ്യാനുഗ്രഹമേ ഗണമേ. എല്ലാവർക്കും കുടുംബ പ്രതിഷ്ഠ ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ രാജാവായി വാഴണം. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണം. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെ സുഖമായി അനുഗ്രഹിക്കണം. മരിച്ചുപോയ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണം. എന്നെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും എന്റെ സജീവ സ്മരണ നിലനിർത്തുകയും ചെയ്യും. തിരുഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ പിതാവേ ശുദ്ധ മാർഗരീത മറിയമേ ശുദ്ധ തോമാസ് ശ്ലീഹായേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുലരിപ്പു മെല്ലെ മെല്ലെ ഇതലിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിന്നറുതേൻ നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു പറവകൾ പോലവേ.
മഴവില്ലിനാലിഴമേഞ്ഞിടും അഴകിൻ കൂട് അതിലായിരം കനവോടിതാ കുറുകും പ്രാവ് തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ഈ ശിശിരകാലം പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം ഈളെ പാറാം കിനാവിൻ നറുതേൻ നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി പാടുന്നു നാം പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാടുന്നു നാം പറവകൾ പോലവേ ശിശിരകാലം ശിശിരകാലം ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളറിയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ അനുരാഗം തോന്നിപ്പോയ അവരുടെ ഭാഗം അപരാധം എന്നും നീയില്ലല്ലോ ഒരു ലക്ഷം കള്ളം കൊണ്ട് ഈ ലക്ഷ്യം നേടും നേരം അവർ ലക്ഷ്മി ദേവിയായി വന്നിതാ. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളറിയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ പല വേഷം കെട്ടും അടവായിരം നാത്തുമ്പത്തായി നുണയായിരം നാം ഒന്നായി ചേരും നിമിഷത്തിനായി കൂടെ തന്നെ പോന്നീലയോ നറുമുല്ലപ്പൂവിൻ വിരിയിൽ ചെറുനാടം മൂടും ചിരിയിൽ ഈ ജന്മം തേടും സാഫല്യമായി ഈ ജന്മം തേടും സാഫല്യമായി ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ കലിതുള്ളും കടലും ഇരുളറിയും കാടും വഴിയായി തീർന്നീ യാത്രയിൽ മണിമിന്നൽ മിന്നം തിരിയായി നീ ഇനിയെന്നും മുന്നിൽ തെളിയില്ലയോ പരമഞ്ഞൾ ചേരുമുടലാകെ
പൊട്ടിത്തളരും യാമങ്ങളാ. ഇവിടെല്ലാം എല്ലാം ശുഭമായി നിറസ്നേഹം വീട്ടും സ്വരമായി മനസാനന്ദത്തിൻ ആകാശമായി മനസാനന്ദത്തിൻ ആകാശമായി. ഒരു സ്വപ്നം പോലെ കൺമുന്നിൽ കണ്ടേ പല നാളായി കാക്കും ആശകൾ